ഓവർ ഡ്രൈവ് ഒരു യൂസ്ഡ് കാർ ഷോറൂം വേണ്ട. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഉണ്ട്. അപ്പോൾ അതിനോട് ഞാൻ ഇങ്ങോട്ട് വന്നേക്കണത്. അപ്പോൾ ഞാൻ ഇന്ന് ഉദ്ഘാടനത്തിന് വരാനൊരു കാരണമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറയാം. ഇത് നമ്മുടെ ഓവർ ഡ്രൈവിൻ്റെ ഓണറാണ് ധനേഷ് ഏട്ടൻ. എന്താ അപ്പോൾ ഓവർ ഡ്രൈവിനെ പറ്റി കുറച്ച് ആൾ പറഞ്ഞു തരും. ഇത് എവിടേക്കൊന്ന് പറഞ്ഞു സ്ഥലമാണ്. നമ്മുടെ സ്ഥാപനം ഇപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്ഥാപനം ഇരിക്കുന്നത് ചിറങ്ങരയിലാണ്. കൊരട്ടിക്കും അങ്കമാലിക്കും ഇടയിലായിട്ടാണ് ഈ സ്ഥാപനം ഉള്ളത്. ഇപ്പോൾ യൂസ്ഡ് കാർസാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ക്വാളിറ്റിയുള്ള യൂസ്ഡ് കാർസാണ് ഞങ്ങൾ സെയിൽ ചെയ്യാറുള്ളത്. അതായത് ടോട്ടൽ ലോസും ഫ്ലഡും ഞങ്ങളുടെ നോളജിൽ ഞങ്ങൾ ആ ഒരു വാഹനം സെല് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പറയുന്നതിൽ കറക്റ്റ് ഒരു കാര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പുള്ളി വണ്ടി പണിയാൻ കൊണ്ടുവരാറുണ്ട്. എനിക്ക് ആദ്യം കൊണ്ടുവരുന്നത് പോളോ അല്ലേ, ഒരു ഫോക്സ് പോളോ എന്ന് പുള്ളി കൊണ്ടുവരുന്നത്. അപ്പോൾ അന്ന് വന്ന സമയത്ത് അതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സും കംപ്ലൈൻ്റ് വണ്ടി കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാനത് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ ഒപ്പീനിയൻസിലൊക്കെ ഭയങ്കര അടുപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടത് സർവീസ് ഇടാൻ പറ്റും, പക്ഷേ അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ഒന്നും വരും. അപ്പോൾ ആൾ പറഞ്ഞു വേണ്ട, നിങ്ങൾ ആ സ്റ്റിയറിംഗ് ബോക്സ് മാറ്റിക്കോ, നമുക്കിനി ആ സൗണ്ട് വരരുത്, നമ്മുടെ കസ്റ്റമർ ഹാപ്പി ആയിരിക്കണം, വണ്ടി കൊണ്ടുപോകുമ്പോൾ രണ്ടാമതൊരു കംപ്ലൈൻറ്റ് പറഞ്ഞ് വരരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ആ സ്റ്റിയറിംഗ് ബോക്സ് ഒക്കെ മാറി. സാധാരണ എല്ലാ കച്ചവടക്കാരും അങ്ങനെ ചെയ്യാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നതല്ലേ എല്ലാവരുടെയും ധാരണ. പക്ഷേ ആളങ്ങനെയല്ല ചെയ്തത്. ആളെന്തായാലും അത് മാറ്റിക്കോ, നമ്മുടെ കസ്റ്റമർ ഹാപ്പി ആയിരിക്കണം എന്ന് പറഞ്ഞേട്ടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ ഒരു വണ്ടി കൂടാതെ വേറെ പല വണ്ടികളും പുള്ളി എടുത്ത് പണിയാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് പുള്ളി സംസാരിച്ചതും അങ്ങനെ നമ്മൾ പണിതതും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ നിന്ന് എടുക്കാം. കാര്യം നമ്മളൊന്നൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉദ്ഘാടനം തോന്നിട്ട് അവർ കൊടുക്കുന്ന വണ്ടി മോശമാണെന്നുണ്ടെങ്കിൽ അത് എന്നെയും ബാധിക്കുമല്ലോ, ആളെക്കാളും കൂടുതൽ എന്നെ ബാധിക്കും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആൾ കുഴപ്പമില്ല, നല്ല വൃത്തിയായിട്ടാണ് നമ്മുടെ വന്നിരുന്ന സമയത്തെല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വണ്ടിക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ യൂസ്ഡ് കാർസ് നോക്കുന്നുണ്ടെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്യാം. ആളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം, ഫോൺ നമ്പറും കൊടുക്കാം. നേരിട്ട് ഇപ്പോൾ ഏതൊക്കെ വണ്ടികളുണ്ട് കിടക്കണേ? ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ബഡ്ജറ്റ് കാറ്റഗറി വെഹിക്കിൾസ് തൊട്ടിട്ട് അത്യാവശ്യം ഒരു 10-20 ലക്ഷം 20 മുകളിൽ വരുന്ന ആ റേഞ്ച് വരുന്ന വാഹനങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ. ടൊയോട്ടോ, മാരുതി, ഹുണ്ടായി, വോക്സ് വാഗൺ എല്ലാ ബ്രാൻഡും നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ ബ്രാൻഡും നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. 99% നമ്മൾ ചെയ്യുന്നത് കേരള വെഹിക്കിൾസ് ആയിരിക്കും. പിന്നെ എല്ലാ വെഹിക്കിൾസും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഹിസ്റ്ററി ചെക്ക് ചെയ്യാണ്ട് നമ്മളത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പർച്ചേസ് ചെയ്യില്ല. അപ്പോൾ ഞാൻ വണ്ടികളുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ഓവർ ഡ്രൈവിൻ്റെ അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ഓവർ ഡ്രൈവിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഞാൻ താഴെ പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്. കയറി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വണ്ടികളുടെയും അപ്ഡേഷൻസ് അതിൽ കിട്ടും കേട്ടോ നിങ്ങൾക്ക്. തീർച്ചയായും.